കർഷകർക്ക് കൈത്താങ്ങായി പ്രത്യ ഫുഡ്സിൻ്റെ ഈസ എന്ന ഔഷധ പാനീയം. സംസ്ഥാനത്തെ കർഷകർക്ക് കൈത്താങ്ങാവുകയാണ് വൈക്കം മൂത്തേടത്തുകാവിൽ പ്രവർത്തിക്കുന്ന പ്രത്യ ഫുഡ്സിൻ്റെ ഈസ ദഹന സഹായി. കരിമ്പിൻ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, ഇഞ്ചി, കാന്താരിമുളക്, പഞ്ചസാര എന്നിവയുടെ മിശ്രിതം പ്രത്യേക താപനിലയിൽ സംസ്കരിച്ച് തയ്യാറാക്കുന്ന ഔഷധ പാനീയമാണിത്. നാട്ടിലെ കരിമ്പ് കർഷകരിൽ നിന്നും പൈനാപ്പിൾ, ഇഞ്ചി തുടങ്ങിയവയുടെ ഉൽപ്പാദകരിൽ നിന്നുമാണ് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നത്. വാഴക്കുളം, കടുത്തുരുത്തി എന്നിവിടങ്ങളിലെ കർഷകരുടെ പൈനാപ്പിളും തിരുവല്ല, മറയൂർ മേഖലകളിലെ കരിമ്പും നാട്ടിൻപുറങ്ങളിൽ നിന്നും കാന്താരിമുളകും ഇഞ്ചിയും ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ നേരിട്ട് വാങ്ങിയാണ് ഈസായുടെ നിർമ്മാണം. കെമിക്കൽ ആൻഡ് മൈക്രോബയോളജിക്കൽ ഇൻ-ഹൗസ് ലബോറട്ടറിയിലെ പ്രത്യേക പരിശോധനയ്ക്കും 5 മാസത്തെ കഠിനമായ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ഉൽപ്പാദനത്തിന് ശേഷമാണ് ഈസ പുറത്തിറക്കിയിരിക്കുന്നത്. അറബ് ഫുഡ് കോർട്ടുകളിലും ദീർഘദൂര ടൂറിസ്റ്റ് ബസ് സർവീസുകളിലുമാണ് ഇതിന് ആവശ്യക്കാർ ഏറെയും. ഈസ നിർമ്മാണ ശേഷം കരിമ്പിൻ ചണ്ടി കാലിത്തീറ്റ പെല്ലറ്റാക്കി പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കിയാണ് പ്രത്യ ഫുഡ്സിന്റെ പ്രവർത്തനമെന്ന് ജനറൽ മാനേജർ LP രാജേഷ് പറഞ്ഞു. നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കരിച്ച ഒരുപാട് പ്രാവശ്യം ഇത് ഉണ്ടാക്കി കുറേ പ്രാവശ്യം കളഞ്ഞിട്ടാണ് ഈ കോമ്പിനേഷൻ എടുത്തിരിക്കുന്നത്. ആ ടേസ്റ്റ്, അതിൻ്റെ ഗുണം, അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ പാക്കിംഗ് രീതി. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ബോട്ടിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാര്യം ഇതിൻ്റെ അകത്ത് മറ്റൊരു സീലുണ്ട്. കാര്യം കംപ്ലീറ്റ് ഓർഗാനിക് ആണ്. പക്ഷെ നമ്മുടെ ഇതിൻ്റെ ഗ്ലൈസെമിക് ലെവൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ 35-നും 40-നും ഇടയ്ക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു ഷുഗർ പേഷ്യൻസിന് ഇത് വലിയൊരു ആഘാതം സൃഷ്ടിക്കുന്നുമില്ല. ബിടെക് ബിരുദം കഴിഞ്ഞ് ജർമ്മനിയിൽ നിന്ന് പ്രൊജക്ട് മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദം നേടിയ വൈക്കം വല്ലകം സ്വദേശി അശ്വിൻ രാജാണ് മേക്ക് ഇൻ കേരള ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്നത്. പരമ്പരാഗതമായി കിട്ടിയ അറിവും നൂതന സാങ്കേതികവിദ്യയും സംയോജിപ്പിച്ച് നിർമ്മിക്കുന്ന ഈസ ദ നാച്ചുറൽ അപ്പറ്റൈസർ ജനശ്രദ്ധ ആകർഷിച്ചതോടെ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാനുള്ള ശ്രമത്തിലാണ് പ്രത്യ ഫുഡ്സിൻ്റെ നിർമ്മാതാക്കൾ. ന്യൂസ് ഡെസ്ക്, വൈക്കം ഡെയിലി ന്യൂസ്.